പോപ്സ് ഡൗൺ ദി ഏജസ്. മാർപ്പാപ്പമാർ യുഗങ്ങളിലൂടെ. യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരിലൂടെ നീളുന്ന വിശുദ്ധ സഭയുടെ ചരിത്രത്തിലേക്ക് ഒരെത്തിനോട്ടം. പത്രോസാകുന്ന പാറമേൽ പണിയപ്പെട്ട സഭയുടെ പടനായകന്മാരെ ഓർത്തെടുക്കുവാനുള്ള ഒരു എളിയ സംരംഭമാണ് മാർപ്പാപ്പമാർ യുഗങ്ങളിലൂടെ, പോപ്സ് ഡൗൺ ദി ഏജസ്. ഏവർക്കും സ്വാഗതം. നമസ്കാരം. മാർപ്പാപ്പമാരുടെ ചരിത്രത്തിലൂടെയുള്ള നമ്മുടെ യാത്രയിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് സഭയുടെ 15ാമത്തെ മാർപ്പാപ്പയായ വിശുദ്ധ സെഫിറിനസിനെയാണ്. AD 199 മുതൽ 217 വരെ ഏകദേശം 18 വർഷക്കാലം അദ്ദേഹം സഭയെ നയിച്ചു. അബുണ്ടിയസ് എന്ന വ്യക്തിയുടെ മകനായി റോമിലാണ് അദ്ദേഹം ജനിച്ചത്. ഹിപ്പോളിറ്റസിനെ പോലെയുള്ള വലിയ പണ്ഡിതന്മാരുടെ ഇടയിൽ സെഫിറിനസ് പിതാവ് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകാറുണ്ട്. എന്നാൽ സഭ ആശയപരമായ തർക്കങ്ങളാൽ ഭിന്നിച്ചു പോകാമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഐക്യം നിലനിർത്തിയ വിവേകിയായ ഒരു ഇടയനായിരുന്നു അദ്ദേഹം. സെപ്റ്റിമിയസ് സെവേറസ് ചക്രവർത്തിയുടെ കടുത്ത പീഡനങ്ങളുടെ കാലത്താണ് സെഫിറിനസ് പിതാവ് സഭയെ നയിച്ചത്. AD 202 ക്രിസ്തുമതത്തിലേക്ക് മാറുന്നവർക്കെതിരെ ചക്രവർത്തി കർശനമായ ഉത്തരവുകൾ പുറപ്പെടുവിച്ചു. ഇത് വിശ്വാസികൾക്കിടയിൽ ഭീതി പടർത്തി. എങ്കിലും സെഫിറിനസ് പിതാവ് തളരാതെ സഭയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. തടവിലാക്കപ്പെട്ടവർക്ക് സഹായമെത്തിക്കുവാനും രക്തസാക്ഷികളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കുവാനും അദ്ദേഹം മുൻകൈയെടുത്തു. അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കി വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ അദ്ദേഹം തന്റെ ആടുകളെ പ്രോത്സാഹിപ്പിച്ചു. പീഡനങ്ങൾക്കൊപ്പം സഭയെ തളർത്തിയത് ഉള്ളിൽ നിന്നുള്ള ആശയപരമായ തർക്കങ്ങളായിരുന്നു. ദൈവത്തിന്റെ ഏകത്വത്തെയും ക്രിസ്തുവിന്റെ ദൈവത്വത്തെയും കുറിച്ച് അക്കാലത്ത് വലിയ തർക്കങ്ങൾ നടന്നിരുന്നു. ക്രിസ്തു വെറും ഒരു മനുഷ്യനാണെന്നൊരു കൂട്ടരും പിതാവായ ദൈവം തന്നെയാണ് ക്രിസ്തുവായി വന്നതെന്ന് മറ്റൊരു കൂട്ടരും വാദിച്ചു. സെഫിറിനസ് പിതാവ് ഒരു വലിയ തത്വചിന്തകനായിരുന്നില്ലെങ്കിലും സഭയുടെ പരമ്പരാഗതമായ വിശ്വാസം സംരക്ഷിക്കുവാൻ അദ്ദേഹം പരിശ്രമിച്ചു. ക്രിസ്തുവിന്റെ ദൈവത്വത്തെയും പിതാവുമായുള്ള വ്യത്യാസത്തെയും അദ്ദേഹം മുറുകെ പിടിച്ചു. സഭയെ പല കഷണങ്ങളായി പിളരാതെ കാത്തുസൂക്ഷിക്കുക എന്നതായിരുന്നു അദ്ദേഹം മുൻഗണന നൽകിയത്. സെഫിറിനസ് പിതാവിന്റെ ഭരണകാലത്തെ ഏറ്റവും വലിയ പ്രത്യേകത തന്റെ ശമാശനായ കലിക്സ്റ്റസുമായി അദ്ദേഹം പുലർത്തിയ ബന്ധമായിരുന്നു. അടിമയായിരുന്ന കലിക്സ്റ്റസിനെ അദ്ദേഹം തന്റെ ഏറ്റവും വിശ്വസ്തനായ ഉപദേശകനായും ഭരണാധികാരിയായും നിയമിച്ചു. അപ്പിയൻ വേയിലെ സഭാ സെമിത്തേരിയുടെ ചുമതല അദ്ദേഹം കലിക്സ്റ്റസിനെ ഏൽപ്പിച്ചു. ഇന്ന് വിശുദ്ധ കലിക്സ്റ്റസിന്റെ കാറ്റക്കോമ്പുകൾ എന്നറിയപ്പെടുന്ന ഈ സ്ഥലം റോമൻ സഭയുടെ ഉടമസ്ഥതയിലുള്ള ആദ്യത്തെ ഔദ്യോഗിക സ്വത്തായി മാറി. വിശ്വാസികൾക്ക് മാന്യമായ ശവസംസ്കാരം ഒരുക്കുവാനും സഭയുടെ കെട്ടുറപ്പ് വർദ്ധിപ്പിക്കുവാനും ഈ നടപടി സഹായിച്ചു. ആരാധനക്രമങ്ങളിലും സെഫിറിനസ് പിതാവ് ചില പ്രധാന മാറ്റങ്ങൾ കൊണ്ടുവന്നു. വിശുദ്ധ കുർബാനയോടുള്ള ബഹുമാനം വർദ്ധിപ്പിക്കുന്നതിനായി മരപാത്രങ്ങൾക്ക് പകരം ഗ്ലാസ് കൊണ്ടുള്ള പാത്രങ്ങൾ ഉപയോഗിക്കുവാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. കൂടാതെ ബിഷപ്പ് കുർബാന അർപ്പിക്കുമ്പോൾ എല്ലാ വൈദികരും അൾത്താരയിൽ സംബന്ധിക്കണമെന്നും അദ്ദേഹം നിയമം കൊണ്ടുവന്നു. സഭയുടെ ഭരണപരമായ കാര്യങ്ങൾ കൂടുതൽ കൃത്യമാക്കുവാൻ അദ്ദേഹം പരിശ്രമിച്ചു. AD 217 അന്തരിച്ച അദ്ദേഹം അപ്പിയൻ വേയിലെ സെമിത്തേരിയിൽ തന്നെയാണ് അടക്കം ചെയ്യപ്പെട്ടത്. പണ്ഡിതനായ ഹിപ്പോളിറ്റസ് അദ്ദേഹത്തെ വിമർശിച്ചെങ്കിലും സഭയുടെ ഐക്യവും സമാധാനവും കാത്തുസൂക്ഷിച്ച ഒരു യഥാർത്ഥ ഇടയനായിരുന്നു അദ്ദേഹം. ഓഗസ്റ്റ് 26-നാണ് സഭ അദ്ദേഹത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. സഭയുടെ ഭരണപരമായ അടിത്തറ ഉറപ്പിക്കുകയും പീഡനകാലത്ത് വിശ്വാസികളെ
ഒരേ മനസ്സോടെ നയിക്കുകയും ചെയ്ത വിശുദ്ധ സെഫിറിനസിന്റെ ഓർമ്മകൾ നമുക്ക് പ്രചോദനമാകട്ടെ.